Dr. N.K. Mohammed Memorial, MES Central School, Valancheri. Admissions for 2025-26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state-of-art labs. And for our tiny tots, our innovative House of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് PC എന്നൂർ അടുത്ത വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ പാർപ്പിട മേഖല, കൃഷി, ആരോഗ്യ മേഖല, വനിതാ വികസനം എന്നിവക്കും, വയോജന മേഖല, ഭിന്നശേഷി മേഖല, സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവക്കും, പശ്ചാത്തല മേഖലക്കും നീർത്തട വികസനത്തിനും തുക നീക്കിവെച്ചിട്ടുണ്ട്. കൂടുതൽ ഊന്നൽ പാർപ്പിട മേഖലക്കും കൃഷിക്കും നൽകിയിരിക്കുന്നു. സെക്രട്ടറി ഷിൽജി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് മാസ്റ്റർ, ഹസീന ഇബ്രാഹിം, സനോബിയ, വഹിദ, ഷെരീഫ്, നസീറ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ OK സുബൈർ, ആയിഷ ചിറ്റക്കത്തിൽ, സാബിറ ഇടത്തടത്തിൽ എന്നിവരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സിദ്ദിഖ് നന്ദി രേഖപ്പെടുത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലും ഏറ്റവും കൂടുതൽ കൃഷി മേഖലയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഫണ്ട് കൃഷിക്ക് ഉപയുക്തമാകുന്ന ഒരു രീതിയിൽ കുറച്ചധികം തുക കൃഷിക്ക് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് ഏറ്റവും കൂടുതലായി ഊന്നൽ നൽകുന്ന ആളുകളാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തും വളരെയധികം നല്ലൊരു സംഖ്യ നീക്കി വെച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സമഗ്രമായ ഒരു വികസനത്തിന് എന്നുള്ള നിലക്ക് 4.5 കോടി രൂപ ഇതേ സമയങ്ങളിൽ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും വേണ്ട തുകകൾ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, അതുപോലെ വയോജനങ്ങൾക്ക് എന്ന് വേണ്ട നിഗിത മേഖലകളിലുള്ള എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ രാജ്യത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ നാടിനും ഉപയുക്തമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും തന്നെ ഞങ്ങൾ നടപ്പാക്കിയ ഒരുപാട് പദ്ധതികളുടെ തുടർച്ച എന്നോണം കൂടി കുറച്ച് ഫണ്ടുകൾ നീക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത്തവണ ഒരു 33,56,795 രൂപ മിച്ചമുള്ള ഒരു ബജറ്റാണ് ഇന്ന് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കഴിഞ്ഞ തവണ വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്